നമ്മളെല്ലാവരും യൂട്യൂബ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം ഒരു റീല് കാണാനിടയായി. അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് അത് കാണുക, അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ റീൽ ആദ്യം കാണാം. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ന്യൂസ് ഫാക്ട് പറയലല്ല, ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അഭിപ്രായം പറയലാണ്. ഓരോ ചാനലുകൾക്കും ഓരോ ഒപ്പീനിയൻ കാണും, ഓരോ ഒപ്പീനിയൻ ഉണ്ട്, ഓരോ ജേർണലിസ്റ്റുകൾക്കും ഓരോ ആംഗിളുകളുണ്ട്. അതെന്ത് ന്യൂസാണ്? അത് ആക്ച്വലി മാധ്യമ വ്യഭിചാരം എന്ന് പറയും. ഒരു സൈഡില് ഈ ഓൺലൈൻ മഞ്ഞപത്രമുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? മെയിൻ സ്ട്രീം മീഡിയ, അതായത് അക്കൗണ്ടബിലിറ്റി ഉള്ളത്. ഈ അക്കൗണ്ടബിലിറ്റി ഉള്ളതിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ അജണ്ടയാണ്. ദെൻ നമുക്ക് എവിടുന്ന് ആക്ച്വൽ ന്യൂസ് കിട്ടുന്നത്? ആക്ച്വൽ ന്യൂസ് ഒപ്പീനിയേറ്റഡ് ആയിരിക്കും. ആക്ച്വൽ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു തരാന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മളടക്കം ഈ യൂട്യൂബിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. നമ്മളെല്ലാം ന്യൂസ് റിലേ ചെയ്യുന്നത് ഓൺലൈനിലുള്ള ന്യൂസ് ചാനലുകൾ എന്നൊക്കെ പറഞ്ഞു മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് നമുക്ക് വരാം. അല്ലാതെ ഓൺലൈൻ ചാനലുകളായിട്ട്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എൻഗേജ് ചെയ്യുന്നത് അവിടെയാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം ചാനലുകളുള്ള ഒരു കാലഘട്ടത്തിനെടുത്താത്ത പോലും ഒരു 10-15 കൊല്ലൊക്കെ മുന്നെടുത്താൽ നമ്മുടെ അടുത്ത് ഇത്ര മൊബൈൽ ഫോണോ മറ്റോ അവൈലബിൾ അല്ല. ഓൺലൈനിൽ നമ്മൾ അത്ര എക്സ്പോസ്ഡ് അല്ല. പക്ഷെ മെയിൻ സ്ട്രീം ചാനലുകൾ നമ്മുടെ കയ്യിലുണ്ട്. ടി വി ഉണ്ട് വീട്ടില്. ടി വി വിപ്ലവം എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് പോലും നമ്മൾ വാർത്തകൾ എത്ര സമയം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു? ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കും, അല്ലെങ്കിൽ ടി വിയിൽ വാർത്ത ഒരു 7:30 മുതൽ 8:00 ആ ഒരു ബുള്ളറ്റിൻ ഉണ്ടാകുന്ന സമയത്ത് കേൾക്കും. ആ സമയത്താണ് വാർത്തകൾ ആളുകൾ കൺസ്യൂം ചെയ്യുക. ലൈഫിൽ ഒരു ദിവസത്തിൽ 1-2 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 1-2 മണിക്കൂർ കേട്ടോ, അല്ലെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആയിട്ട് കുറഞ്ഞു വരും. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യോപയോഗമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പൊ അത്രത്തോളം സമയം നമ്മൾ വാർത്ത കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആ സമയത്തിൽ കൂടുതൽ എടുക്കുന്നത് ഈ പത്രമല്ല, ഈ മെയിൻ സ്ട്രീം മാധ്യമമല്ല, കൂടുതൽ എടുക്കുന്നത് യൂട്യൂബ് അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ്. അപ്പം അതൊരു സ്വാഭാവികമായിട്ടും ഒരു വാർത്ത അറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ പല ചാനലുകൾ, ഇപ്പൊ നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഒരു ചാനലാണ്. അതേപോലെ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്ന, അഭിപ്രായങ്ങൾ പറയുന്ന, തങ്ങളുടെ ആശയങ്ങൾ പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അത് തീർച്ചയായും അവർ അതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ചാനലുകൾ നടത്തുന്നത്. പക്ഷേ ഇപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ന്യൂസ് ചാനലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചാനലുകൾ വരും. ആ ചാനലുകൾ അവിടെ ന്യൂസ് അല്ല ഉള്ളത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒപ്പീനിയൻസ് ആണുള്ളത്. അവിടെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗുകളാണുള്ളത്. അതും വ്യക്തമായ അജണ്ട, വ്യക്തമായ എന്താ പറയാ ഫോക്കസ് പോയിന്റ് ഉള്ള, അതിലേക്ക് ആളുകളെ ഗൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇൻഫർമേഷനെ. ഇപ്പൊ നമുക്ക് അത് നമ്മളൊരു ആരോപണമായിട്ട് പറയുന്നില്ല. നമുക്ക് കുറച്ച് വളരെ റാൻഡമായിട്ട് നമ്മൾ കുറെ സെലക്ട് ചെയ്തെടുത്തൊന്നല്ല, വളരെ റാൻഡമായിട്ട് നമ്മൾ ചില മീഡിയകൾ ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് തംബ്നെയിലുകൾ മാത്രം കാണിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ കാണുന്നത്, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വീണ ജോർജ് എയർപോർട്ടിൽ പട്ടിഷോ. ഇതൊരു ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ്, ഓൺലൈൻ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെയാണ് ഇയാൾ എന്തൊക്കെ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിലൊക്കെ ആയിരുന്നു പറയാം, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ എന്തൊരു വാർത്ത ക്ലിക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അത് നമ്മൾ എന്ത് ചെയ്യും, വാർത്ത അറിയാൻ വേണ്ടി അതെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം എടുക്കുക. ഇവിടെ ശരിക്കും അവിടെ നടന്ന ഫാക്ട് എന്താണ്? വീണ ജോർജ് എന്തോ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പം വാർത്തയാണെങ്കിൽ എന്താ വേണ്ടത്, വീണ ജോർജ് എയർപോർട്ടിൽ ഇന്ന കാര്യം ചെയ്തു. പക്ഷെ ഇദ്ദേഹം അതെന്ത് ചെയ്യും, അത് ഒരു 6 മിനിറ്റ് കണ്ടന്റ് ആക്കുന്നു. എന്നിട്ട് വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഒരു ഒപ്പീനിയൻ, ഒരു പട്ടിഷോ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യാണ്, പറയാൻ. ഇത് ശരിക്കും ഒരു വ്ളോഗാണ്, ന്യൂസ് അല്ല. രണ്ടാമത്തത്, മരണകാരണം കണ്ടെത്തി സകല ഭാര്യ ഭർത്താക്കന്മാരോടും യാചിക്കാനുള്ളത്. ഇത് എന്തൊരു സംഭവം നടന്നു, ആ സംഭവത്തിന് കാരണം കണ്ടെത്തി, അതാണ് ന്യൂസ്. ഓക്കെ, അതാണ് ഫാക്ട്. ഏതോ ഒരാളുടെ മരണകാരണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വെച്ചിട്ട് അതിന് ഇയാൾക്ക് പറയാനുള്ളത്, ഇത് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം മോശമാണോ നല്ലതാണെന്നല്ല കേട്ടോ. വീഡിയോ കണ്ടിട്ടില്ല. ഇതിന്റെ ഒരു റിയാലിറ്റി വെച്ചിട്ടുള്ള ഇതിന്റെ റിയാലിറ്റി എങ്ങനെയാണ് ഇവർ ന്യൂസ് ആണോ വ്ളോഗാണോ നടത്തുന്നതാണ് പറയുന്നത്. അപ്പം ഇതിലെന്താ സംഭവം, അതാണ് ഫാക്ട്, എന്തോ ഒരു കാരണം കണ്ടെത്തി എന്നുള്ളത്. അതിന്റെ പേരിൽ ഇയാളുടേതായ കാര്യങ്ങൾ 24 മിനിറ്റ് പറയുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓരോന്നും നമുക്ക് നോക്കാം. ജസ്റ്റ് ആർസിക്ക് നേരെ ചോദ്യങ്ങൾ, യുവരാജ് ഗോകുലും സന്ദീപ് വചസ്പതിയും എവിടെ എന്ന് വെച്ചാൽ എന്തൊരു സംഭവം അവിടെ എന്താ പറയാ, ഈ 2 ആളുകൾ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് ഫാക്ട്.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ ഒരു ഒപ്പീനിയൻ ആണ് 10 മിനിറ്റ്. ആ വ്ളോഗാണ് 10 മിനിറ്റ്. ഇനി ഇത് പിണറായിയുടെ അവസാന അമേരിക്കൻ യാത്രയോ ഭീകര പട്ടികയിൽ പെടുത്താൻ നീക്കം. ഇതില് കണ്ടന്റ് എന്താണ്? പിണറായി അമേരിക്കയിൽ പോയി എന്നുള്ളതാണ്. അതാണ് കണ്ടന്റ്, അത് ഫാക്ട്, ന്യൂസ് അതാണ്. അതോ ചിലപ്പോ മറ്റേതോ ആയിരിക്കാം, CPM-നെതിരെയുള്ള എന്തെങ്കിലും ആരെങ്കിലും റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇത് രണ്ടിലൊന്നാണ് ന്യൂസ്, ഫാക്ട് അതാണ്. എന്നിട്ട് അത് 9 മിനിറ്റ് 32 സെക്കൻഡ് ഇയാളുടെ ഒപ്പീനിയൻ, ഇയാളുടെ വ്ളോഗാണ് ബാക്കി ഭാഗം. അപ്പൊ പിന്നെ അടുത്തത്, ഗുണ്ടകളുമായി എരിച്ചു കയറി എസ്റ്റേറ്റ് സ്വന്തമാക്കി അൻവറിന്റെ വൻ വീഴ്ച. ഇതിൽ നമ്മൾ ഇനി അതേപോലെ ഇയാൾ പറയുന്ന അതേ വാർത്തകളെല്ലാം അതേപോലെ എടുക്കുകയാണെങ്കിൽ പോലും എന്തോ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. ബാക്കി 11 മിനിറ്റ് ഇയാൾ PV അൻവർ എന്ന് പറയുന്ന ഇയാൾക്ക് നല്ലോണം പണി കൊടുക്കാൻ ശ്രമിച്ച ഒരാളോടുള്ള പക തീർക്കുന്ന വ്ളോഗാണത്. ഇപ്പൊ ഇതില് ഞാൻ പറയുന്നത് ഇതൊരു ഒരു ചാനലിനെ കുറിച്ച് മാത്രമല്ല, ഇതില് നമ്മൾ മലയാളത്തിൽ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഷൂട്ടിങ്ങിനിടെ അഹമ്മദ് മാഷ് പൊട്ടിക്കരയുന്നു. ഇതെങ്ങനെയാണ് ഒരു ന്യൂസ് ആവുക? എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ, അദ്ദേഹത്തിൻ്റെതായ രൂപത്തിലുള്ള കുറെ കാര്യങ്ങൾ വ്ളോഗ് ചെയ്യാൻ. പക്ഷെ എന്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്? ന്യൂസ് ചാനലിന്റെ വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. എന്റെ പ്രവചനം 2026 BJPക്ക് എത്ര സീറ്റ്, BJPയുമായി ബന്ധപ്പെട്ടുള്ള മൂപ്പരുടെ കുറെ കാര്യങ്ങൾ അത് വ്ളോഗ് ചെയ്യാണ്. അതിന്റെ ടൈറ്റില് BJP അധികാരം നേടില്ല, പക്ഷെ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഗവർണറുടെ ബ്രഹ്മാസ്ത്രം രജിസ്ട്രാർ തെറിച്ചു, SFIയെ നിരോധിക്കും എന്ന് വെച്ചാൽ രണ്ടാൾക്കാർ കുത്തിരുന്നിട്ട് ഇത് ന്യൂസ് അല്ല, ഇതൊരു വ്ളോഗാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ എന്താണ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഞാൻ ഓരോന്നും വിശദീകരിച്ച് പറയുന്നില്ല. ഇതിങ്ങനെ വളരെ കൃത്യമായ അജണ്ടകളോട് അടിച്ചു പുറത്താക്കി ലുലു മാളിലെ ലവ് ജിഹാദിയെ 15 മിനിറ്റ് എന്ന് വെച്ചാൽ ഏതൊരു സംഭവം, ഒരു കുട്ടി എന്തോ മയക്കുമരുന്ന് കൊടുത്തുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ആ കണ്ടന്റ് എടുത്തിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു തങ്ങളുടേതായ ആശയം അത് വ്ളോഗ് വെരിഫൈ ചെയ്തു, ലവ് ജിഹാദ് എന്ന് ഉറപ്പിച്ചു. ഇത് ലവ് ജിഹാദിന്റെ ഒക്കെ പേരിൽ കോടതി അംഗീകരിച്ച ഒറ്റ കേസ് ഉണ്ടെങ്കിൽ അത് എത്ര വലിയ ന്യൂസ് ആണെന്ന് നമുക്കറിയാം. പാർലമെന്റിൽ ഇല്ലാന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത്. പാർലമെന്റിൽ അങ്ങനെ ഒരു പാർലമെന്റ് പറഞ്ഞാണ്, കോടതി പറഞ്ഞാണ്. ഉണ്ടെന്ന് പറയാൻ ഒരു നിലക്കും പറ്റാത്ത സാധനമാണ്. ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരൊറ്റ കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ മൊത്തം നിർത്തി കത്തിക്കുന്ന വിഷയമാണ്. അതൊന്നുമില്ല, ഇവർ തീരുമാനിച്ചല്ലോ, ജിഹാദ് തീരുമാനിച്ചു, അടിച്ചു പുറത്താക്കി, അത് ഇത് പറഞ്ഞിട്ട് 16 മിനിറ്റ് ന്യൂസ് പറയുകയുമല്ല, അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾ വ്ളോഗ് ചെയ്യുകയാണ്. ഇതിലാണ് കാമ്പ് അവിടെയാണ് കിടക്കുന്നത്. മാത്രമല്ല ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവര് പിന്നെ വെരിഫൈ ചെയ്യാതെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത് ന്യൂസ് ആണെന്ന് പറയാം. പക്ഷെ ഇത് ഇങ്ങനെയാണ് ലവ് ജിഹാദ്, ഇങ്ങനെ ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്, അങ്ങനെ അവരുടേതായ ആശയം വ്ളോഗ് ചെയ്യാൻ. അതുപോലെ BJPയിലേക്ക് കാസയുടെ ഒഴുക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് എന്തുണ്ട്, ക്രിസ്ത്യാനികൾ BJPയോട് എന്ത് ചെയ്യണം എന്നുള്ളതടക്കം ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതിലേക്ക് പറ്റുന്ന രൂപത്തിൽ 11 മിനിറ്റ് എന്ത് ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു. വാവർ ഹിന്ദുവോ മുസ്ലിമോ KSR അതെ. അപ്പോ ഇവരുടെ ആശയം വ്ളോഗ് ചെയ്യാണ്. അതേപോലെ തന്നെ 2 പ്രവാചകന്മാർ, യേശുവും നബിയും, ഇതൊക്കെ ന്യൂസ് ആവുക. അതേപോലെ തന്നെ വീഡിയോ വീണ്ടും ഇസ്രായേൽ പറന്നു വന്നു, തീർത്തു, കരഞ്ഞ് ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ജിയോ പൊളിറ്റിക്കൽ അജണ്ടാസ്, ഇവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതിനൊക്കെ വേണ്ട പലതരത്തിലുള്ള വ്ളോഗുകളാണ് ഇവിടെ എന്ത്. പക്ഷെ അതിന്റെ പേരെന്താണ്? ന്യൂസ് ചാനൽ. അതിലിപ്പോ നമ്മള് പറയുമ്പോ വ്ളോഗ് ചെയ്യാൻ പാടില്ലെന്നോ അഭിപ്രായം പറയാൻ പാടില്ലെന്നോ പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മളത് ചെയ്യുന്നത്, അതെ, ഞങ്ങൾ അത് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ വ്ളോഗ് ചെയ്യുന്ന, നമ്മളെ അഭിപ്രായം പറഞ്ഞ, നമ്മളെ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ UA ന്യൂസ് എന്നിട്ടിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ ഇത്ര ചെയ്തോട്ടെ, അവർ ചെയ്തോട്ടെ, പക്ഷെ ആളുകൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് കണ്ട് ന്യൂസ് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് വ്ളോഗുകൾ കാണരുത്. നിങ്ങൾക്ക് വ്ളോഗ് കാണണമെന്നുണ്ടെങ്കിൽ BJPയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഒക്കെ നെറേറ്റീവ് കാണണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചാനലുകളിലേക്ക് പോകാം, അവരുടെ വ്ളോഗുകൾ കണ്ടിരിക്കാം. പക്ഷെ ന്യൂസ് കൺസ്യൂം ചെയ്യുക എന്ന പേരിലല്ല ഇത് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് റിയലൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ. കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന രൂപത്തിൽ ഈ ന്യൂസ് എന്ന പേരിൽ വ്ളോഗ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായൊരു സോഷ്യൽ ഡിവൈഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഹിന്ദു കൺസോൾട്ടേഷനും മുസ്ലിങ്ങളെ അതറൈസ് ചെയ്യുന്ന രൂപത്തിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചതിൽ തന്നെ ഒരുപാടുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടന്റുകളെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനും മുസ്ലിം എന്ന് പറയുന്ന ഒരു അതറൈസ്ഡ് ബ്ലോക്ക് ഉണ്ടാക്കാനും. ഇപ്പൊ തന്നെ നമുക്ക് പല
കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭയങ്കരമായി ഹെയ്റ്റ് കമന്റുകൾ കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ ഇതിന്റെ കാരണം? വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള അനേകം ചാനലുകളിലൂടെ ന്യൂസ് എന്ന പേരിൽ വ്ളോഗിങ്ങുകൾ നടക്കുകയാണ്. ആ വ്ളോഗിങ്ങുകളിലൂടെ എന്താണ് അവർ ചെയ്യുന്നത്? നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം പറയാണല്ലോ, എന്തോ ന്യൂസ് പറയാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? ലോകത്ത് ഏത് ഉഗാണ്ടയിൽ പട്ടി ചത്താലും ഇറാനിൽ പൂച്ച ചത്താലും അതെന്താണ്? അത് അവിടെയുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? ഇവരുടെ അജണ്ടയിലേക്ക് എത്തിക്കും. എന്നിട്ട് ഇവർ ഒരുപാട് അജണ്ടകളുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ എവിടെ പോയാലും പ്രശ്നക്കാരാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമായാൽ പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസം തന്നെ അവരെ വയലന്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, യൂറോപ്പിൽ ഞാൻ ഒരു വീഡിയോ കാണാൻ മാലിന്യം സ്ഥലത്ത് അടിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങൾ അവിടേക്ക് വന്നതുകൊണ്ടാണ്. അതേപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ എവിടെ പട്ടി ചത്താലും പൂച്ച ചത്താലും അതൊക്കെ മുസ്ലിങ്ങൾ കാരണമാണ് എന്ന രൂപത്തിൽ അത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വ്ളോഗ് മുമ്പ് നടക്കുന്നുണ്ട്, പക്ഷേ ആ വ്ളോഗ് ന്യൂസ് ആണെന്ന പേരിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സ്പെഷ്യലി എതിർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ ഒന്നുകൂടി ആളുകളെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാക്കപ്പെടുന്ന വിഷയമുള്ളൂ. ഇപ്പോൾ ഞാനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ യു എ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊരു പൊളിറ്റിക്സ് ആണെന്ന് അയാൾ അന്വേഷിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ബിക്കോസ് നമ്മൾ എന്തോ ഒരു അഭിപ്രായം പറയുന്ന ആളുകളാണെന്നുള്ളത് നമ്മൾ ഒന്നോ രണ്ടോ വീടിന്റെ തമ്മിൽ കണ്ട, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തോ ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്, ഇവരുടെ അഭിപ്രായം എന്താണ് എന്നൊരു തോട്ടിന് ശേഷമേ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടോ നമ്മുടെ വ്യൂവർ ആയിട്ടോ ഒരാൾ മാറുള്ളൂ. എന്നാൽ നമ്മളൊരു ന്യൂസ് ചാനൽ നടത്താൻ നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മൾ വാർത്തകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. ഇത് ആളുകൾ ഒന്നുകൂടി എന്ത് ചെയ്യും? ഇതിന്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യങ്ങളോ ഇതിന്റെ ആശയാദർശങ്ങളോ നോക്കാതെ അതിന്റെ കൺസ്യൂമർ ആകാൻ, സബ്സ്ക്രൈബർ ആവാനുള്ള ഒരു റീസൺ ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. അങ്ങനെ റീസൺ ആയിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് ആളുകൾ വരികയും, എന്നാൽ ആ ന്യൂസ് എന്ന് ഉദ്ദേശിച്ച ആളുകൾ കയറിയതിനു ശേഷം ഇവിടെ നിന്ന് വരുന്ന ഒപ്പീനിയനുകളായിട്ട് മാറുകയും, ഈ ഒപ്പീനിയനുകൾ കണ്ട് അഡിക്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് ഈ ന്യൂസ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വാർത്തകൾ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുലു മാളിൽ ഇന്നയാൾ ഇന്ന കുറ്റകൃത്യം ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് അതാണ് ശരിക്കും ബേസിക് എക്സ്പെക്ടേഷൻ വരേണ്ടത്. ഈ വാർത്തയായി ബന്ധപ്പെട്ട് വരേണ്ട എക്സ്പെക്ടേഷൻ അതാണ്. ഇത് കയറുന്ന ആൾ കാണുന്നതാണ് ലുലു മാളിൽ ലവ് ജിഹാദിയെ പിടിച്ചു. അപ്പൊ ഇയാൾ കൺസ്യൂം ചെയ്യുന്ന വാർത്ത എന്ന അർത്ഥത്തിൽ ഇയാൾ മനസ്സിലടക്കുന്ന കാര്യം എന്താണ്? ഈ ലുലു മാളിൽ ഇന്ന പേരുള്ള ഒരാൾക്ക് ഇന്ന കുറ്റകൃത്യം ചെയ്ത് പിടിക്കപ്പെട്ടു എന്നല്ല അയാൾ മനസ്സിൽ കയറുക. ലവ് ജിഹാദ് ഉണ്ട്, ഈ ലവ് ജിഹാദ് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്, മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഇത്തരത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഏതെങ്കിലും നിലക്ക് എത്തിയാൽ അവർ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യും. ലക്നൌ ലവ് ജിഹാദിയെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ലവ് ജിഹാദ് ഇതൊരു ഇന്നയാൾ പറയുന്നുണ്ട്, ഇന്നയാൾ ഒപ്പീനിയൻ ആണെന്നല്ല. ഇന്ന ന്യൂസ് ചാനലിൽ ഇങ്ങനൊരു ന്യൂസ് കണ്ടു, ലവ് ജിഹാദിയെ പറ്റിയൊരു ന്യൂസ് കണ്ടു എന്നാണ് എന്ത് ചെയ്യുന്നത്? ആളുകളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നു. അഥവാ ഇൻഫർമേഷൻ പ്ലെയിനായി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും. ആ പ്ലെയിനായ ഇൻഫർമേഷനെ ഇന്ന ആളുകളെ നെറേറ്റീവിലൂടെ കയറ്റി വിട്ട് പ്ലെയിൻ ഇൻഫർമേഷൻ ആയിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള വളരെ അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പിന്നിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ പറഞ്ഞാൽ വളരെ കുടുസമായി ഹെയ്റ്റ് നിറഞ്ഞ, മറ്റൊരു അപരനെ കാണുന്ന വേളയിൽ പോലും മറ്റൊരാൾക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നല്ല കേട്ടോ, നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന. അപ്പോൾ ഒരു ഹെയ്റ്റ് കൊണ്ടു നടക്കുന്ന, അപ്പുറത്തുള്ള ഒരു ജീവിക്കുന്ന ഒരാളെ കാണുമ്പോഴേക്കും ഒരു ദേഷ്യം വരുന്ന, അസ്വസ്ഥനാകുന്ന ഒരു കണ്ടീഷനിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതമാണ് പ്രയാസം. അപ്പോൾ എനിക്ക് ബാസിൽക്ക ഒരു എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു സെക്ടറിലുള്ള ആളാണ്. എനിക്ക് ബി എന്ന് പറയുന്ന സെക്ടറിനോട് ഭയങ്കര ദേഷ്യമാണ്. ബാസിൽക്ക് അറിയ പോലുമില്ല. എനിക്കാണ് എൻ്റെ ജീവിതത്തിലാണ് പ്രശ്നം. ബാസിൽക്കനെ കാണുമ്പോൾ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ വരുന്നു, എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നു. ബാസിൽക്കയുടെ മെസ്സേജ് വരുമ്പോൾ, ബാസിൽക്കനെ പുറത്തുനിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ മുപ്പന്മാർ റിലേറ്റ് എന്തെങ്കിലും കാണുന്ന സമയത്തൊക്കെ എൻ്റെ ലൈഫിനാണ് അത് ബാധിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിന്റെ ലൈഫിനല്ല. അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വെറുക്കുന്നത്, നമ്മൾ ആരെ പറ്റിയുള്ള വെറുപ്പാണോ കൊണ്ടു കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തൊരു നെഗറ്റീവ് ഇൻഫർമേഷനാണ് കുത്തിവെക്കപ്പെടുന്നത്, ആ നെഗറ്റീവ് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യപ്പെടുന്ന ആളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്കാണ് കൂടുതൽ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെടുന്ന നെഗറ്റീവ് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇല്ലാത്തൊരു പ്രശ്നത്തെ സങ്കല്പിച്ചിട്ട് നമ്മളിങ്ങനെ
എന്താ പറയുക നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റിയാലിറ്റി കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് ഈ ഓൺലൈൻ മീഡിയകളുടെ ഒരു ഹെയ്റ്റ് കണ്ടന്റ് ഇത് അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞാണ് ഈ ഈവൻ മെയിൻ സ്ട്രീം മീഡിയ അടക്കം അങ്ങനെ ആകുന്നു എന്നുള്ളത്. തീർച്ചയായും മെയിൻ സ്ട്രീം മീഡിയയിൽ ഇപ്പം ഒരു എഡിറ്റേഴ്സിന്റെ ഒപ്പീനിയൻ പറയുന്ന പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഈയിടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതും അത് ഈ ഓൺലൈൻ മീഡിയ കുറച്ചും ഡിഫറെന്റ് ആണ്. അത് പറയണ്ടോ ഇത് ഒപ്പീനിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിൽ ന്യൂസ് വേറെയാണ്, ബുള്ളറ്റിൻ ന്യൂസ് വേറെയും ഒപ്പീനിയൻസ് വേറെയാണ്. അങ്ങനെ ഒപ്പീനിയൻ പ്രോഗ്രാമുകൾ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനും അപ്പുറത്ത് ഈവൻ ഈ മെയിൻ സ്ട്രീം മീഡിയക്കും ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഈ മദ്രസ പഠന സമയം എങ്ങനെയാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മദ്രസ പഠന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതവാദികളുടെ പിന്നെ ഭീഷണികൾക്ക് സർക്കാർ വഴങ്ങി തുടങ്ങിയിരിക്കുന്നു, ഇങ്ങനെയാണ് റിപ്പോർട്ട്. അവിടെയുള്ള ഫാക്ട് എന്താണ്? അതായത് പിന്നെ സമസ്ത എന്ന് പറയുന്ന സംഘടന വിയോജിപ്പ് അറിയിച്ചു. അതിനോടുള്ള പ്രതികരണമായിട്ടുകൊണ്ട് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ മയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇതാണ് അവിടെ വാർത്ത എന്ന് പറയുന്നത്. അപ്പം അത് റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ. ഈ റിപ്പോർട്ടർമാർ പലപ്പോഴും മതവാദികളുടെ അല്ലെങ്കിൽ മതസംഘടനകളുടെ ഭീഷണികൾക്ക് വഴങ്ങിക്കൊണ്ട് സർക്കാർ അവിടെ എന്താണ് ഒരു ഒപ്പീനിയൻ അവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ ഓൾറെഡി ഒരു സംഘപരിവാറൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. എന്നുവെച്ചാൽ മുസ്ലിം സംഘടനകൾ ഇടത് വലത് പിന്നെ സർക്കാരുകളെ നിയന്ത്രിക്കുകയാണ്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ഇവിടെ ഭയങ്കരമായി എന്തോ സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈവൻ ഉള്ള അവകാശങ്ങൾ പോലും നിഷേധിച്ചിട്ട് അത് പുനഃസ്ഥാപിച്ചാൽ പോലും അതെന്താണ് മുസ്ലിം സംഘടനകളുടെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുക, എന്താ പ്രശ്നം ചോദിപ്പിച്ചതിന് ശേഷം പരിഹരിക്കുക, സ്പെഷ്യൽ നീഡ് അല്ലെങ്കിൽ എന്താ പറയാ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാചകങ്ങളിൽ തന്നെ എന്തുണ്ട് ഈ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ അന്തിചർച്ചകളിൽ ഇപ്പൊ ഒരു മദ്രസക്ക് കീഴടങ്ങുമോ സർക്കാർ, അപ്പൊ ആ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ ഈ പറഞ്ഞ സംഘപരിവാർ നറേറ്റീവിനെ എൻഡോസ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് ആ ചർച്ച മൊത്തം ആ ഒരു ആംഗിളിലാണ് പോവുക. അതായത് ലോഡഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. ഇപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ, മദ്രസക്ക് കീഴടങ്ങുമോ സർക്കാർ, എന്തായാലും മറുപടി പറയാൻ പറ്റാതെ. അതായത് ഇപ്പോ ഒരാളൊരു നീഡ് പറയാണ്, അപ്പൊ ആ നീഡ് നമ്മള് ഫുൾഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ കീഴടങ്ങലായി എന്നവിടെ മുന്നൊരു ധാരണ വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ നീഡിനെ എങ്ങനെയെങ്കിലും അഡ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനക്ക് ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേണിനെ പരിഗണിക്കാൻ പോലും പറ്റൂല. ഈ പോസ്റ്റർ കണ്ട് ഈ പോസ്റ്ററിലൊരു ഇപ്പൊ അത് കാണുന്ന 100 ആളിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു 50 ആൾ ചിന്തിച്ചു ആയിരിക്കും, ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. അഥവാ അതിനെ ക്രിറ്റിക്കലായിട്ട് ആലോചിച്ചു വെച്ചോ. ഒരു 20 ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയാ വേറെ ഇൻഫർമേഷനൊക്കെ ചേർത്തുകൊണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചോ. ബാക്കി ഒരു 30 ആൾ ഷുവറാണ് ഇതിന് അതേപോലെ ബ്ലൈൻഡായി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ചോദ്യം കാണാൻ സംബന്ധിച്ച് ആ നീഡിനെ സർക്കാർ ചെറിയ രീതിയിലെങ്കിലും കൺസിഡർ ചെയ്യുന്നത് മദ്രസക്കുള്ള കീഴടങ്ങലായിട്ടാണ് വായിക്കുക. ആ തരത്തിലേക്ക് ആളുകളുടെ ചിന്തകൾ എന്ത് ചെയ്യാണ് ഫ്രെയിം ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഇതിൽ ഏറ്റവും അവസാനം മറ്റേ സൂംബ വിഷയം, ആ വിഷയം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അതായത് സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഉള്ള പ്രാകൃതമായ അഭിപ്രായങ്ങൾ വന്ന് അത് പരിഗണിക്കുമോ ഇല്ലേ, ഇങ്ങനെയാണ്. അതായത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിയോജിപ്പ് വന്നു, അതിനോട് വിയോജിപ്പുകളാവാം, അല്ലെങ്കിൽ അത് പറയേണ്ടതില്ലായിരുന്നു, അല്ലെങ്കിൽ അത് പറയണം എന്നൊക്കെ ആവാം, അല്ലെങ്കിൽ അതിന്റെ മെറിറ്റുകളാവാം. സൂംബ വേണോ വേണ്ടേ, അത് നടപ്പിലാക്കിയ രീതി ഇതൊന്നുമല്ല. അവിടെ ആ സംഭവം തന്നെ താലിബാനിസാണ്, ആ സംഭവം തന്നെ പ്രാകൃതമാണ് എന്ന് ഈവൻ ഏതെങ്കിലും ചർച്ചയിൽ വരുന്ന ആളുകളെ അഭിപ്രായം പറയല്ല, ഓൾറെഡി ചാനൽ റിപ്പോർട്ടിങ്ങിന്റെ വാചകങ്ങളിൽ തന്നെ എന്തുണ്ട് അത് പ്രശ്നമാണ്. ടൈറ്റിലിൽ തന്നെ അത് ആ പ്രീസെറ്റ് അവിടെ വെക്കുകയാണ്. അതായത് നറേറ്റീവ് എങ്ങനെയാണെന്നുള്ളത് പ്രീ ഡിറ്റർമിൻ ചെയ്ത്, അഥവാ ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് പ്രീ ഡിറ്റർമിൻ ചെയ്ത് ആ പ്രീ ഡിറ്റർമിനേഷൻ ടൈറ്റിലിൽ തന്നെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിഥികളായിട്ട് അന്തിചർച്ചകൾക്ക് വരുന്ന അതിഥികളായിട്ടുള്ള ആളുകളുടെ നേച്ചർ, അതിന്റെ എണ്ണം, ഈ സാധനങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ് ഈ നടത്തിപ്പുകാരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നേ തന്നെ രൂപം കൊടുത്തിട്ട് അതിലേക്ക് അതിനെ ഗൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നത് സോഷ്യൽ മീഡിയ ന്യൂസ് എന്ന പേരിൽ നടക്കുന്ന വ്ളോഗുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ വ്ളോഗുകൾ ആരുടേത് വേണമെങ്കിലും പോയി കാണാം, പക്ഷെ ന്യൂസ് ആണെന്ന നിലയ്ക്ക് വ്ളോഗ് കാണുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ, കാരണം വ്ളോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ അഭിപ്രായം പറയാണ്, അഭിപ്രായം ഞാൻ കേൾക്കാണ്, അപ്പൊ അതിന് ഞാൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടാണോ ഞാൻ എടുക്കേണ്ടത് ഞാൻ ആലോചിക്കാം എന്ന ഉദ്ദേശം നമ്മൾ വ്ളോഗ് കാണുന്നത്. ന്യൂസ് കാണുന്നത് എന്തോ ഒരു ഫാക്ട് കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു അൺബയാസ്ഡ് ഇൻഫർമേഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട്, അത് കേൾക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ ന്യൂസ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആ രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ. മെയിൻ സ്ട്രീം മീഡിയന്റെ തന്നെ ഈ ഒപ്പീനിയൻ പ്രോഗ്രാംസ് പറഞ്ഞിട്ടാണ് നടത്തുന്നത്, പക്ഷെ അതിന്റെയും പോലും റിപ്പോർട്ടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒപ്പീനിയൻ
ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു നിരന്തരം ന്യൂസുകളാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആവണം. അത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് അതെ, നമ്മൾ മറ്റേ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മളതിലേക്ക് ന്യൂസ് കിട്ടുന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളൊരു തോട്ടിന്റെ ഒരു 80-90% അതിലൂടെയാണ് കടന്നു പോകുക. അതിന് നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് വരും, തംബ്നെയിൽസ് വരും. നമ്മൾ ക്ലിക്ക് ചെയ്താലേ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ, അവരുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പൊ ആ ക്ലിക്ക് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ മാത്രമുള്ള പരമാവധി ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും. ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോ ചേമ്പറാണ്. അഥവാ ഒരു ശബ്ദം പറഞ്ഞാൽ അത് 4 പുറത്തുനിന്നും അതേപോലെ തിരിച്ചു കേൾക്കുന്ന വിധമുള്ള ഒരു എക്കോ ചേമ്പറിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ വേറൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിലുള്ള മക്കളുടെയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ അച്ഛൻ്റെ അനിയത്തിയോ ആരുടെയെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ എടുത്ത് അവരുടെ യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളായിട്ടുള്ള 2 പേരുടെ സോഷ്യൽ മീഡിയ ഫീഡറിന് രണ്ടായിരിക്കും. ആ അമ്മൻ്റെയും ആ മകളുടെയും അച്ഛൻ്റെയും ആ മകൻ്റെയും എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് അയാൾ ജീവിക്കുന്നത്, അയാളുടെ ടൈമിൻ്റെ ഒരു 90-80% സ്പെൻഡ് ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി സ്പെസിഫിക്കലി സെറ്റ് ചെയ്ത സോഷ്യൽ മീഡിയന്റെ എക്കോ ചേമ്പറിന്റെ ഉള്ളിലാണ്. അയാൾ വിചാരിക്കുന്നതെന്നറിയോ, ഈ ലോകത്ത് എല്ലാവരും ഇതന്നെ കാണുന്ന വിചാരിക്കുക. ഞാനൊരു 10 റീൽ ഒരു വിഷയത്തിൽ കണ്ടുവെങ്കിൽ എന്റെ വിചാരം എന്താണ്, അപ്പുറത്ത് ഇറക്കുന്ന ആളും ഇതേ റീല് കണ്ടു നടക്കുന്ന എന്റെ വിചാരം. പക്ഷെ അയാളത് കാണുന്നില്ല, അയാളുടെ വേൾഡ് വേറെയാണെന്നുള്ളതാണ്. അപ്പോ അപ്പുറത്ത് നടക്കുന്ന ഒരാൾ ഹെയ്റ്റ് തലയിൽ നിറച്ച് നടക്കുന്ന ആൾ അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഹെയ്റ്റ് തലയിൽ നിറച്ച് നടക്കുന്ന ആളായിരിക്കും, അപ്പുറത്തെ ആൾ നിഷ്കളങ്കനായിരിക്കും. ഇത്തരം ഒരു വേൾഡ് വളരെ ഡൈവേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. റിയാലിറ്റി അറിയണമെങ്കിൽ ഈ എക്കോ ചേമ്പറിന്റെ പുറത്തിറക്കാൻ നമുക്ക് പറ്റണം, എന്നിട്ട് ഫാക്ട്സ് നമുക്ക് നോക്കാൻ പറ്റണം. അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് ഉണ്ടാകുന്ന വിള്ളലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ ആഴത്തിലായിരിക്കും. അതിന്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അൺകൺട്രോളബിൾ ആയിരിക്കും. അത് വലിയ അനിഷ്ടകരമായ സംഭവങ്ങളിൽ പോയി അവസാനിക്കുന്ന, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വേവുകളിലേക്ക് എത്തിച്ചേക്കാം. പല 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 വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്, വലിയ വലിയ അനിഷ്ടകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ മുകളിലും ചെറിയ ചെറിയ സ്പാർക്കുകളുടെ മുകളിലാണ്. അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഹെയ്റ്റ് ഫീഡ് ചെയ്യപ്പെട്ട തലമുറയെ, ഹെയ്റ്റ് ഫീഡ് ചെയ്യപ്പെട്ട ജനതയെ ചെറിയൊരു സ്പാർക്ക് കൊണ്ട് വലിയ ആളിക്കത്തിക്കലുകളിലേക്ക് എത്തിക്കാൻ വലിയ ഹെയ്റ്റ് തലയിൽ കൊണ്ടു നടക്കുന്ന അധികാരികൾക്ക് സാധിച്ചിട്ടുണ്ടെന്നതാണ്. അപ്പം അത്തരം അപകടങ്ങളൊന്നും അത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്ത, ഏത് എക്സ്റ്റെൻഡിലേക്കാണെങ്കിലും പ്രയാസങ്ങളിലേക്ക് പോകാത്തൊരു സൊസൈറ്റി ആയിട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക. കേരളം എന്ന് പറയുന്നത് ഒരുപാട് മതസ്ഥരും പലതരത്തിലുള്ള വിഭാഗങ്ങളും പല ആശയങ്ങളുള്ളവരും ഒരുമിച്ച് വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചിട്ടുള്ള ഒരു നാടാണ്. ഈ നാടിൻ്റെ സൗഹൃദവും സാഹോദര്യവും എല്ലാം തകർക്കാൻ വളരെ ആസൂത്രിതമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇത്രയും കാലം ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മളിവിടെ ജീവിച്ചില്ലേ, അപ്പോഴൊന്നും ഇല്ലാത്തൊരു വെറുപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇപ്പം ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്തരം ഹെയ്റ്റ് കണ്ടന്റുകളുടെ അതിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ്. ഡിസ്കഷൻസ് നടക്കണം, അത് തീർച്ചയായും ആശയപരമായ ഡിസ്കഷൻസ്, വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിലാവും. പക്ഷേ ഇതിങ്ങനെ ഒരു പ്രോഗ്രാമിങ്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതിനെ നമുക്ക് തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള മറ്റ് വിഷയങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.